ഇസ്ലാമിസ്റ്റുകൾക്ക് മുൻപിൽ വയനാട് വെള്ളമുണ്ട സെന്റ് ആൻസ് സ്കൂളിലെ വൈദികന് മാപ്പ് പറയേണ്ടി വന്നത് എന്തുകൊണ്ട്? പട്ടണമധ്യത്തിൽ വെച്ച് മാപ്പ് പറയണമെന്ന് ആക്രോശിക്കുന്ന തീവ്രപക്ഷക്കാരായ ഒരു പറ്റം ഇസ്ലാം മതസ്ഥരുടെ നടുവിൽ പതറി നിൽക്കുന്ന ഒരു വൈദികന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞാൽ നാം അമ്പരന്നു പോകും. നവംബർ 14-ന് ശിശുദിനത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ റാലി വെള്ളമുണ്ട അങ്ങാടിയിലെത്തുമ്പോൾ അവതരിപ്പിക്കാൻ ഒരു മൈമും സ്കൂൾ അധികൃതർ പ്ലാൻ ചെയ്തിരുന്നു. മൈം അവതരിപ്പിക്കുന്ന കുട്ടികളോട് കറുത്ത വേഷം ധരിച്ച് എത്താനായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. കുട്ടികൾ തിരഞ്ഞെടുത്ത കോസ്റ്റ്യൂം കഴുത്തു മുതൽ കാൽ വരെയും മൂടുന്ന നീളമുള്ള കറുത്ത വസ്ത്രമായിരുന്നു. കുട്ടികളുടെ രക്ഷിതാക്കൾ തന്നെയാണ് കുട്ടികൾക്ക് ഈ വസ്ത്രം നൽകിയത്. അതിൽ മുസ്ലിം കുട്ടികളും ഉണ്ടായിരുന്നു. എന്നാൽ റാലി വെള്ളമുണ്ട അങ്ങാടിയോട് അടുത്തപ്പോൾ തന്നെ ക്രിസ്ത്യൻ സ്കൂളുകളിലെ കുട്ടികൾ പർദ്ദ ധരിച്ചുകൊണ്ട് അങ്ങാടിയിൽ ഇറങ്ങിയിരിക്കുന്നു. ഇത് ഞങ്ങളുടെ സമുദായത്തെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന തരത്തിൽ ചില ചർച്ചകൾ പുരോഗമിക്കുന്നു. എന്നറിഞ്ഞ അധ്യാപകർ പ്രസ്തുത മൈം അവതരിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു. റാലി കഴിഞ്ഞപ്പോൾ ഒരു സംഘം ആളുകൾ സ്കൂളിലേക്ക് എത്തി. മതനിന്ദ ആരോപിച്ച് സ്കൂളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതോടെ പോലീസും സ്കൂളിലെത്തി. സ്കൂൾ അധികൃതർ അങ്ങാടിയിൽ വന്ന് മാപ്പ് പരസ്യമായി പറയണമെന്നായിരുന്നു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ എത്തിയവർ ആവശ്യപ്പെട്ടത്. പോലീസും കൂടി ഇടപെട്ടുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായി അധ്യാപക പ്രതിനിധികളും പ്രിൻസിപ്പൽ അച്ഛനും ചേർന്ന് ഒരു ക്ഷമാപണം വീഡിയോ ആയി ഇട്ടു. തെറ്റുപറ്റിയ എന്ന ബോധ്യത്തിലല്ല, മറിച്ച് ജീവൻ തന്നെയും അപകടത്തിലാകുമെന്ന വിധത്തിൽ ഭയപ്പെടുത്തിയാണ് വൈദികനിൽ നിന്നും ഇസ്ലാമിസ്റ്റുകൾ മാപ്പ് പറയിച്ചത്. കേരളത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകളിൽ അനാവശ്യമായി മതപരമായ വിഷയങ്ങൾ ഉന്നയിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുകയും മാനേജ്മെന്റിനെ കൊണ്ട് മാപ്പ് പറയാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നത് ഈ അടുത്ത കാലത്തായി ഇസ്ലാമിസ്റ്റുകളുടെ സ്ഥിരം രീതിയാണ്. ഇസ്ലാം ഭൂരിപക്ഷ മേഖലകളിലാണ് ഈ പ്രവണത കൂടുതലായി കണ്ടുവരുന്നത്. പണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയവരുടെ അതേ അസഹിഷ്ണുത തന്നെയാണ് മറ്റൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പുറമെ വലിയ സാമൂഹിക സമത്വ വാക്യങ്ങളും ആദർശങ്ങളും ഒക്കെ പറയുന്ന ഇസ്ലാമിക സമൂഹത്തിലെ ഒരു വിഭാഗം തികച്ചും ത്യാഗോചരമായ മനോഭാവത്തോടെ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തീയ പുരോഹിതന്മാരെയും അധ്യാപകരായ കന്യാസ്ത്രീകളെയും എങ്ങനെ അപമാനിക്കാമെന്ന ചിന്തയുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ വ്യക്തമായ തെളിവാണ് ശിശുദിനത്തിൽ വയനാട്ടിൽ ഇസ്ലാം സമൂഹം തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലെ ഒരു വൈദികനുണ്ടായ ദുരനുഭവം. ദുഃഖസൂചകമായും പ്രതിഷേധ സൂചകമായിട്ടുമൊക്കെ കേരളത്തിൽ പരക്കെ ഉപയോഗിക്കപ്പെടുന്ന നിറമാണ് കറുപ്പ്. ലഹരി എന്ന വിപത്തിനെതിരായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കറുത്ത നിറമുള്ള വസ്ത്രം ധരിക്കാൻ നിർദ്ദേശം നൽകിയെന്ന ഒരേ ഒരു കാരണം ചൂണ്ടിക്കാട്ടി ക്രൈസ്തവർ നാമമാത്രമായിട്ട് പോലും അവിടെ മറ്റു മതസ്ഥരുടെ കൂടി നന്മ ലക്ഷ്യമാക്കി സ്കൂൾ നടത്തി അവർക്ക് കൂടി മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്ന വൈദികനെയാണ് ഇക്കൂട്ടർ അകാരണമായി അവഹേളിച്ചത്. ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരം സംഭവങ്ങളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ കാരണങ്ങൾ ഇതൊന്നുമല്ല. മികച്ച പ്രവർത്തന റെക്കോർഡുള്ള ക്രൈസ്തവ മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ തങ്ങളുടെ സമുദായ മധ്യത്തിൽ സംശയമുനയിലാക്കുക, എവിടെ വെച്ച് ഏത് ചെറിയ അവസരം കിട്ടിയാലും ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുകയും ഇകഴ്ത്തി കാട്ടുകയും ചെയ്യുക എന്നത് ഒരു കൂട്ടം തീവ്ര ഇസ്ലാം മത ചിന്താഗതിക്കാരുടെ പൊതു സ്വഭാവമാണ്. അവരങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ അങ്ങേയറ്റം ഹീനമായ ചില അജണ്ടകൾ കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്. സർക്കാർ ആഹ്വാനം ചെയ്ത ഒരു പൊതുപരിപാടിയുടെ ഇടയിൽ പോലും അങ്ങേയറ്റം വർഗീയവും മത അവഹേളനപരവുമായ നിലപാടുകൾ ഇത്തരക്കാർ പുറത്തെടുക്കുന്നതിൻ്റെ പിന്നിൽ അതല്ലാതെ മറ്റെന്ത് കാരണമാണ് ഉള്ളത്? അതിനാൽ തികച്ചും വർഗീയ വിഷം പ്രചരിപ്പിക്കുന്നവർക്ക് എതിരെ കനത്ത ജാഗ്രത പുലർത്താൻ പൊതുസമൂഹം ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കാൻ ഇനിയും മടിക്കരുത്.